ഇത് എൻ്റെ പിതാവാണ് എം കുഞ്ഞു മൂസ, മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ദാസേട്ടനടക്കം ഒരുപാട് വലിയ കലാകാരന്മാർക്കും പാടുകയും ആ രംഗത്തെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത്. എൻ്റെ പേര് എം കുഞ്ഞിമുത്ത. ചുമട്ട് തൊഴിലാളിയായിരുന്നു ഞാൻ. അതിൽ നിന്ന് ഏറിയ കഷ്ടപ്പാടുകളും അനുഭവിച്ചതിൻ്റെ ശേഷം ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മൂളിപ്പാട്ടുകൾ പാടാറുണ്ട്. എൻ്റെ ഭാവനക്കപ്പുറം ഒരു നല്ലൊരു ഗായകനായിട്ട് രൂപാന്തരപ്പെട്ട് കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ മകനെ കണക്കാക്കും. ഇന്ന് ശത്രുക്കളുണ്ടെങ്കിലും അവൻ അതൊന്നും വിലവെക്കാതെ തന്നെ മുന്നേറി പോവുകയാണ്. അള്ളാഹു അവൻ്റെ കൂടെയുള്ള കാലം വരെയും ശത്രുക്കളൊന്നും നടക്കുകയില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണി പൂങ്കുയിലെവിടെ, പൊന്മണി പൂങ്കുയിലെവിടെ, ജീവൻ്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസം എവിടെ, രാഗസുധാരസമെവിടെ. പാതിരപ്പൂ മരത്തിൽ താരകപ്പൂ വിരിഞ്ഞു, പാതിരപ്പൂ മരത്തിൽ താരകപ്പൂ വിരിഞ്ഞു, എൻ മനോവാടിയിലേ നീ എന്ന പൂ കൊഴിഞ്ഞു, എൻ മനോവാടിയിലേ നീ എന്ന പൂ കൊഴിഞ്ഞു, നീ എന്ന പൂ കൊഴിഞ്ഞു, നീ എന്ന പൂ കൊഴിഞ്ഞു. ഇതാണ് എൻ്റെ ഉമ്മ. പേര് നഫീസ. എൻ്റെ 19ാമത്തെ വയസ്സിൽ മരണപ്പെട്ടതാണ്. നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞങ്ങളുടെ പേര്. അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ ഞാൻ ഉമ്മയെ കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പണ്ട് ടൂറിനൊക്കെ കാശ് മേടിക്കും. പഠിക്കേണ്ട ആവശ്യം എന്ന് കരുതിയൊക്കെ തരും. പക്ഷേ ഇപ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഉമ്മ ഇല്ലാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. വെള്ളിയാഴ്ച ഒരു ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് പോകും. നാട്ടിലുള്ള സമയത്തൊക്കെ ഖബർ സിയാർത്ത് ചെയ്യാൻ പോകും. ആ സമയത്തൊക്കെ ഉമ്മയോട് സ്വകാര്യപരമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടും. കേൾക്കുമെന്നുള്ളൊരു വിശ്വാസം. എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ആശകളൊക്കെ പറയും. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത്, ഞാനൊരു പാട്ടുകാരനായി മാറിയത് പ്രത്യേകിച്ച് ഉപ്പ ഒരു പാട്ടുകാരനാണ്. പാടിയിട്ടാണ് ഞങ്ങളൊക്കെ പോറ്റത്. മറ്റു പല ജോലിക്കൊക്കെ ഉപ്പ പോയിട്ടുണ്ടെങ്കിലും ഒരു പാട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഉപ്പാൻ്റെ മക്കളിൽ ഒരുത്തൻ പാട്ടുകാരനായപ്പോൾ അത് കാണാൻ എൻ്റെ ഉമ്മക്ക് ഭാഗ്യമില്ലാതെ പോയതിൽ വളരെയധികം സങ്കടമുണ്ട്. പിന്നെ അതെല്ലാം പടച്ചവൻ്റെ വിധി. ഇൻഷാ അല്ലാഹ് ഉമ്മ മാഷറിൽ നിന്ന് ഉമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ വിജയത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള വളരെ ശക്തമായ ഒരു ബോധം. അറബിക്കഥയിലെ രാജാത്തി പൂവാണ് നീ മുഞ്ചെത്തി, നീ എൻ്റെ കൽബകത്ത് താമസിക്കാൻ വരുമോ, താമസിക്കാൻ വരുമോ, ഞാനെന്നും കാണുന്ന പൊൻകിനാവിൽ വന്നു നീ കെട്ടിപ്പിടിച്ചെന്നെ മുത്തിമണക്കുന്നോരേ. കുളിക്കാൻ പറഞ്ഞാൽ അവൻ ഇതേ കുളിക്കാൻ മടിയാണ്. ചൂടുവെള്ളം വെക്കാൻ പറഞ്ഞാൽ മാത്രം ചൂടുവെള്ളം കൊണ്ട് കുളിക്കും. അങ്ങനത്തെ ഇപ്പം താജുദ്ദീൻ 4 നേരം കുളിക്കും. ഭക്ഷണം എത്ര തിന്നാലും മതിയാവില്ല. ഇപ്പം കൺട്രോളാണ്. 3 പെങ്ങന്മാരെ വീട്ടിലും കയറി ഭക്ഷണം നല്ലോണം കഴിക്കും. താജു എന്ന് പറഞ്ഞാൽ നമുക്ക് വരെ ഭയങ്കര ഒരു അഭിമാനമാണ്. ഒരു കല്യാണം കഴിക്കാത്തൊരു വിഷമം മാത്രം.
അതവനോട് പറഞ്ഞിട്ടും അവനൊന്നും വിലക്കൊള്ളുന്നില്ല. കാരണം അവൻ്റെ ജീവിതം അവനവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇനിയെങ്കിലും നല്ലൊരു ബോധം അവന് വന്ന് ജീവിതത്തോട് പറയാൻ ബാക്കില്ല അവനെ. 3 ആങ്ങളാറുണ്ട്. അതിൽ ഇളയ ആങ്ങളാണ് താജു. ആ താജു എന്ന് പറയുന്ന ആങ്ങള പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അങ്ങനത്തെ വർത്താനാണ് പറയല്. അതുകൊണ്ട് ഞാൻ അധികം വർത്താനം പറയാൻ അവരോട് നിൽക്കില്ല. ഒരു പൂതന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ? ഞാൻ കൂട്ടിവെച്ച കൂട്ടിൽ നീ കുയിലായി പാടുമോ? നീ എന്നിണയായി കൂടുമോ? ഒരു പൂതന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ? താജുവിൻ്റെ 3ാമത്തെ പെങ്ങളാണ്, പേര് റസിയ. താജു എൻ്റെ കൂടെയാണ്. ഭയങ്കര ദേഷ്യ താജുവിന്. എവിടെ പോകേണ്ടിക്കൊണ്ടേലും രാവിലെ വിളിക്കാൻ വേണ്ടി പറയും. എന്നാൽ എണീക്കുക 10 മണിയാവും. താജു നിലയിലെത്തിയത് കാണാൻ എൻ്റെ ഉമ്മയില്ലാണ്ട് പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമാണ്. എൻ്റെ പേര് സെറീന. താജുദ്ദീൻ്റെ 4ാമത്തെ പെങ്ങളാണ്. ഞങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇത് കാണുന്നത്. താജുദ്ദീൻ ഇത്രയും നിലയിലെത്തിയത് പഠിച്ചവരോട് 5 നേരം പ്രാർത്ഥിക്കുന്നു. ഞാൻ മൊബീന, താജുവിൻ്റെ ഇളയ പെങ്ങൾ. സ്കൂളിൽ നല്ലൊരു പാട്ട് പാടുന്നതിലും നന്നായിട്ട് വരക്കും. ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഉഷാ ഉതുപ്പ് വരെ താജുഖാൻ്റെ പാട്ട് അവരുടെ ഭാഷയിൽ പാടിയിട്ടുണ്ട്. ഇവനെ കാണണമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും വലിയൊരു അവാർഡായിട്ട് തന്നെ താജുക്കാക്ക് അതൊക്കെ പാവപ്പെട്ടവർക്കൊക്കെ നല്ലൊരു സഹായമാണ് താജു. അവരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ എൻ്റെ താജുക്കാക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ പ്രാർത്ഥന. താജു ഒരുപാട് ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. ഇപ്പോൾ ഈ നിലയിലെത്തിയത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. താജുവിനെ ഇനിയും വളർന്നു വലിയവനാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കടയിലായിരുന്നു ഒരു 5-8 വർഷത്തോളം ജോലി ചെയ്തിരുന്നത്. കുറേ ചായയൊക്കെ അടിച്ചതാണ് ഇവിടുന്ന്. എൻ്റെ അളിയൻ്റെ കട തന്നെയാണ് ഇത്. അന്നും ഇന്നും ഈ കടയിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ നസീർ. ഞാൻ നൈറ്റായിരുന്നു കൂടുതലും. ഞങ്ങൾ ഒന്നായിട്ട് ഞാൻ ഇവിടെ കിടന്ന് വർക്കവും കുറേ കച്ചറയും പല ആൾക്കാരും വരും. പിന്നെ ഇന്നത് അവിടെ കിടന്നുറങ്ങുന്ന സ്ഥലം മേഡ് പോസ്റ്റാണ്. ഇത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള എല്ലാ കടകളിലും വെള്ളം എത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ്. മുഹമ്മദ് ഖാൻ പേര്. എത്ര വർഷം മുഹമ്മദ് ഖാൻ? 15 വർഷമായി. ഞാൻ 8 വർഷത്തോളം ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളൊക്കെ അനുഭവിച്ചാണ് ഈ ഫീൽഡിൽ വന്ന് പെട്ടതും ഇന്നും അതൊന്നും മറക്കാതെ ഈ കലാരംഗത്ത് നിൽക്കുന്നത്. ഈ കടയിൽ ഞാനും താജുവും ഒന്നായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കൽബാണ് ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഇത് വടകര താഴെയങ്ങാടി എൻ്റെ ജനന സ്ഥലം. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടും ഈ പ്രദേശവും തമ്മിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇന്ന് ഇളം തലമുറയുള്ള കൊല്ലം ഷാഫി അടക്കം. ഷാഫി കല്യാണം കഴിച്ചത് ഈ നാട്ടിലാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാവിധ ഘടകങ്ങളും ഈ നാടുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരും ബന്ധപ്പെട്ട എല്ലാവരുമാണ്. പിന്നെ ഇത് ഖബർസ്ഥാനാണ്. ഒരുപാട് ആൾക്കാരെ ഖബറടക്കിയ ഒരു നിലത്താണ് ഇരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ കടന്ന് തീർത്ത മണ്ണായത്. ഇന്ന് ഈ അവസ്ഥയിലൂടെ ഇരുന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയത് സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ എൻ്റെ വടകരക്കാരുടെ പേരിൽ നന്ദി
നന്ദി പറയുക. ഉടനെ ജൂമയിലെത്തിറങ്ങി നാടെന്ന ചെണ്ട് ഉരയുന്നവനോട് കൂടെ വരണമുണ്ട്. പ്രണയിക്കാത്ത ആരല്ലേ? എല്ലാവരും പ്രണയിക്കല്ലേ. എനിക്ക് ഫാത്തിമ എന്ന പറഞ്ഞ പാട്ട് തന്നെ കിട്ടിയത് ഞാൻ പ്രണയിച്ച പേരും കാര്യമൊന്നും പറയുന്നില്ല, വളരെ കാര്യത്തെയാണ്. 9 വർഷമായി പ്രണയിക്കുന്നു, ഇതുവരെ സ്വന്തമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും സ്വന്തമാകുമെന്നുള്ള വിശ്വാസത്തോടെ 9 വർഷമായി കാത്തിരിക്കുന്നു. ഞാൻ രക്ഷപ്പെട്ട് ഇന്ന് ഈ ഇൻ്റർവ്യൂ പോലും ചെയ്യാൻ ശരിക്കും കാരണം അവളാണ്. ഞാൻ വടകരയിൽ ഒരുപാട് നാൾ മുമ്പ് ഈ ഒരു അനുഗ്രഹമൊന്നുമില്ലാതെ നടക്കുന്ന സമയത്ത് കുറച്ച് കുരുത്തക്കേടും വല്ലാതെ ഒരു നടപ്പായിരുന്നുണ്ട്. ആ സമയത്ത് നന്മയുടെ പാതയിലേക്ക് നയിച്ച എല്ലാ എൻ്റെ പോരായ്മകളും എൻ്റെ വികൃതികളും കുരുത്തക്കേടുകളൊക്കെ അറിഞ്ഞ് എന്നെ മനസ്സിലാക്കി എന്നെ ഒരുപാട് നന്മയുടെ പാതയിലേക്ക് നയിച്ച എൻ്റെ ഒരു നല്ലൊരു കൂട്ടുകാരിയായിരുന്നു. പിന്നെ അറിയാതെ അങ്ങടുത്തു. പിന്നെ ഇനി മരിച്ചാലും മനസ്സിൽ നിന്ന് പോകാത്ത തരത്തിൽ മനസ്സിൽ ഉറക്കുകയും ചെയ്തു. ഞാനിപ്പോൾ പുതിയതായിട്ട് വർക്ക് ചെയ്ത ഒരു കാസറ്റിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഗസൽ ഗായകനായിട്ടുള്ള മെഹദി സാബിൻ്റെ ഒരു പാട്ടിൻ്റെ ട്യൂണിൽ ഞാൻ അവളെക്കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ 4 വരി പാടിത്തരാം. കരളിൻ്റെ കൂട്ടിൽ വാഴും രാജാത്തി പെണ്ണേ നീ, നെഞ്ചിനുള്ളിലെന്നെന്നും നീ എൻ്റെ ജീവനല്ലേ, അകലരുതേ മായരുതേ, കണ്ണെത്താ ദൂരത്താ പറക്കരുതേ, കരളിൻ്റെ കൂട്ടിൽ വാഴും രാജാത്തി പെണ്ണേ നീ. കല്യാണം കഴിക്കണം ഇൻഷാ അല്ലാഹ്. ഒരു ഈ റമദാനും കഴിഞ്ഞ് അടുത്ത റമദാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇണയാകാൻ നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ അർഹതയുള്ള ഇഷ്ടമുള്ള ഒരാളായിരിക്കണം നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആലോചനകൾ വരാറുണ്ട് ബന്ധത്തിലും അല്ലാതെയും. പക്ഷേ ഈ അജ്ഞാതയായുള്ള ഫാത്തിമ എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ ഇത് വെറുതെ ഒരു ഇൻ്റർവ്യൂവിന് പറയുന്നതല്ല. അപ്പോൾ അവളെ കിട്ടാൻ വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടുകാരൊക്കെ സ്വീകരിക്കണം, ഏത് തരത്തിലായാലും സ്വീകരിക്കാൻ തയ്യാറാണ്. വെറുതെ ഒരു എടുത്തുചാട്ടം നടത്തി ഒരു പേരെടുക്കാനോ ഒരു വിവാദം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമൂഹം എത്ര പരിഷ്കരിച്ചാലും ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ അടിത്തറയായിട്ട് തന്നെ ഉണ്ടാകും. കള്ളക്കണ്ണുള്ള മുഞ്ചത്തി പെണ്ണെ വന്നിടുമോ നീ സ്വന്തമാക്കിടാം, പണവും പത്രാസും ഇല്ല എൻ കയ്യിൽ, ഓരുമുല്ലേ സ്വന്തമാക്കിടാം. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഞാനൊരു പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് മരുമക്കളും പെൺകുട്ടികൾ കുറേ കല്യാണം കഴിയാനുണ്ട് എൻ്റെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. എൻ്റെ വിവാഹം ഒരിക്കലും ഒരു ചർച്ചയാവരുതെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വിധിയാണെല്ലാം. അവൻ എന്നിൽ അവളെ ഇണയാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ അതെനിക്കുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ്. പ്രണയം മരണത്തെപ്പോലെ നഗ്നമായ സത്യമാണ്. കാരണം ഈ ദുനിയാവിൽ ഞാൻ കണ്ട സത്യം, നമ്മൾ സത്യമൊക്കെ ഇട്ട് ഓരോ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ മരണം എന്നൊരു കാര്യം മാത്രമേ ഞാൻ സത്യമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ മരണത്തെപ്പോലെ നഗ്നമായ സത്യമായിരിക്കണം പ്രണയം. കാരണം പ്രണയിക്കുന്ന പെൺകുട്ടി ഒരിക്കലും നമ്മളെ ചതിക്കാനോ പറ്റിക്കാനോ പാടില്ല. ഇന്നെന്താ എന്നോടൊന്നും മിണ്ടാത്തേ